ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഏവർക്കും ഫുട്ടയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊളംബിയൻ താരമായിട്ടുള്ള 29-കാരൻ ഡാനിയേൽ മൂനോസിനെ സ്വന്തമാക്കാൻ ബാഴ്സലോണയ്ക്ക് താല്പര്യമുണ്ട്. ഡാനിയേൽ മൂനോസ് നിലവിൽ കളിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ക്രിസ്റ്റൽ പാലസിലാണ്. ഡാനിയേൽ മൂനോസ് ഒരു റൈറ്റ് ബാക്ക് ആണ്. നിലവിൽ ബാഴ്സലോണ സ്ക്വാഡിലെ ഒരേ ഒരു റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് ജുവൽസ് കൂണ്ടയാണ്. പിന്നെ ഉള്ളത് അക്കാഡമി താരങ്ങളാണ്. എറിക് ഗാർഷ്യനെയും ബാഴ്സലോണ ആ ഒരു പൊസിഷനിൽ ചില മത്സരങ്ങളിൽ കളിപ്പിക്കാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടി വന്നാൽ റൊണാൾഡോ അറോജോനെ വരെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാൻ കഴിയും. എന്നാൽ ഇതിലൊന്നും കോച്ചായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് തൃപ്തനല്ല. അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ബാക്കിന് ആവശ്യമുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. കൊളംബിയൻ മാധ്യമങ്ങളായാലും ശരി, യൂറോപ്യൻ മാധ്യമങ്ങളായാലും ശരി ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരാണ്, എന്താണ് ഈ ഒരു കൊളംബിയൻ റൈറ്റ് ബാക്ക് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഒക്കെ മത്സരങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഡാനിയേൽ മൂനോസിനെ നിങ്ങൾ കണ്ടു കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളംബിയയ്ക്ക് വേണ്ടി അദ്ദേഹം മിക്ക മത്സരങ്ങളിലും കളിക്കാറുണ്ട്. കൊളംബിയയ്ക്ക് വേണ്ടി ഇതുവരെ 42ഓളം മത്സരങ്ങളിൽ ഡാനിയേൽ മൂനോസ് എന്ന ഈ ഒരു കൊളംബിയൻ റൈറ്റ് ബാക്ക് കളിച്ചിട്ടുണ്ട്. അപ്പൊ താരത്തിന്റെ ഈ ഒരു സീസണിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 14 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളും 2 അസിസ്റ്റുമാണ് താരം ക്രിസ്റ്റൽ പാലസിന് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 14 മത്സരങ്ങളിലും ആദ്യ 11-ൽ തന്നെ താരം കളിച്ചിരുന്നു. അപ്പോൾ ക്രിസ്റ്റൽ പാലസിന്റെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഈ ഡാനിയേൽ മൂനോസ് എന്ന ഈ ഒരു 29-കാരൻ റൈറ്റ് ബാക്ക്. നിലവിൽ 216 കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ. താരത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂവിലാണ് താരം നിലവിലുള്ളത്. ഡിസംബർ മാസം, അതായത് ഈ മാസം 7-ാം തീയതി താരത്തിനൊരു നീ എഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. താരം ആ ഒരു എഞ്ചുറിയിൽ നിന്ന് അടുത്ത മാസം ഏതാണ്ട് 18 ആകുമ്പോഴേക്കും റിക്കവറായി എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ താരം ഇതുവരെ ക്ലബ് ഫുട്ബോളിൽ 360ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 40 ഗോളും 45 അസിസ്റ്റുമാണ് താരം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. താരത്തെ സംബന്ധിച്ച് താരത്തിന്റെ കരിയറിലെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ബാഴ്സ പോലൊരു താരത്തെ ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നത് താരത്തിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. താരത്തിന്റെ കോൺട്രാക്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 2028 30-ാം തീയതി 6-ാം മാസം 2028-ാം തീയതി വരെ താരത്തിന് കോൺട്രാക്ട് ഉണ്ട് ക്രിസ്റ്റൽ പാലസിൽ. പിന്നെ വേണമെങ്കിൽ ക്ലബിന് 1 വർഷം കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അവകാശവുമുണ്ട്. അപ്പോൾ താരത്തെ എത്തിക്കണമെങ്കിൽ എന്തായാലും ബാഴ്സലോണ ഒരു റിലീസ് ക്ലോസ് നൽകേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ കണ്ടറിയണം. ഈ ഒരു വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ഒരു നീക്കം, അതായത് ഈ ഒരു താരത്തെ എത്തിക്കാനുള്ള നീക്കം ബാഴ്സയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. മാത്രമല്ല വരുന്ന സമ്മറിലായിരിക്കും കൂടുതലും ഈ ഒരു പ്ലെയറിന് വേണ്ടി ബാഴ്സ ശ്രമിക്കുക എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റൽ പാലസിൽ നിന്നും താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ബാഴ്സയെ സംബന്ധിച്ച് അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം വളരെ ക്വാളിറ്റിയുള്ള, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു താരമാണ് ക്രിസ്റ്റൽ പാലസിൽ. ഞാൻ ഈ ഒരു പ്ലെയറിന്റെ മാച്ചസ് ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ താരത്തിന്റെ കൊളംബിയൻ ടീമിന് വേണ്ടിയുള്ള മത്സരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ വളരെ മികച്ച പൊട്ടൻഷ്യൽ ഉള്ള, വളരെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു റൈറ്റ് ബാക്ക് തന്നെയാണ് ഈ ഒരു പ്ലെയർ. ഇനി ബാഴ്സലോണയുടെ മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞുതരാം. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോ, അതായത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുമ്പ് ബാഴ്സലോണ അവസാനമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ ആ ഒരു സെമി ഫൈനലിൽ ഇന്റർ മിലാനോട് തോറ്റ് പുറത്തായിരുന്നു. അപ്പോൾ ഇന്റർ മിലാനോട് തോറ്റ് പുറത്തായ ആ ഒരു മാച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജുവൽസ് കൂണ്ടെ ഇഞ്ചുറി ആയിരുന്നു. പകരം ജുവൽസ് കൂണ്ടയുടെ പൊസിഷനിൽ കളിക്കാൻ ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ഇല്ലായിരുന്നു. അത് ആ ഒരു മത്സരത്തിന് ശേഷം ബാഴ്സലോണയുടെ മാനേജ്മെന്റോട് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിരുന്നു വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു റൈറ്റ് ബാക്കിനെ ടീമിലേക്ക് എത്തിക്കണം എന്ന രീതിയിൽ. എന്നാൽ മാനേജ്മെന്റ് എത്തിച്ച് നൽകിയിരുന്നില്ല. അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ, അതായത് ഇത് വരുന്ന ജനുവരിയിലോ ഇല്ലെങ്കിൽ അടുത്ത സമ്മറിലോ തീർച്ചയായും ഒരു പ്രോപ്പർ റൈറ്റ് ബാക്കിനെ ടീമിലേക്ക് എത്തിക്കും എന്നത് തന്നെയാണ് ഇപ്പൊ കിട്ടുന്ന വാർത്തകൾ. ജുവൽസ് കൂണ്ടെ ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ്. ബാഴ്സയുടെ നിലവിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരം. എന്നാൽ അദ്ദേഹത്തിന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനോ, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എല്ലാ പ്രധാന മത്സരങ്ങളിലും ആദ്യ 11-ൽ തന്നെ 90 മിനിറ്റ് കളിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ താരത്തെ എൻജുറി ആക്കും എന്നത് ഹാൻസി ഫ്ലിക്കെന്നല്ല, ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുടരെ ഇങ്ങനെ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ താരത്തിന് പകരം ഒരു പ്ലെയറിനെ എന്തായാലും ബാഴ്സ നോക്കും. താരത്തിന് പകരമല്ല,
താരത്തിന് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ ആയിട്ട് ആ ഒരു പൊസിഷന് കുറച്ചും കൂടെ ഒരു സ്ക്വാഡ് സ്ട്രെങ്ത് കൂട്ടാനായിട്ട്. ജൂൾസ് കുണ്ടയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാജ്യമായിട്ടുള്ള ഫ്രാൻസിനും ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള റൈറ്റ് ബാക്ക് ആണ്, ക്ലബിലും ഫസ്റ്റ് ചോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ താരത്തിന് കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഇഞ്ചുറി സാധ്യതകൾ വളരെ കൂട്ടും. ആ ഒരു കാര്യം മാറ്റാൻ വേണ്ടിയാണ് ബാഴ്സയുടെ ഈ ഒരു ശ്രമം. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ നടക്കുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടെയിൽ.